ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എസ് ടി കെയുടെ 4191 IC വെച്ചിട്ടുള്ള ഒരു സ്റ്റീരിയോ ബോർഡാണ്. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള IC സാനിയുടെ IC അല്ല, കിങ് ഡാസിൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു IC ആണ് ഉപയോഗിക്കുന്നത്. കാര്യം സാനിയുടെ ഒറിജിനൽ IC ഇപ്പോൾ ഇറങ്ങുന്നില്ല, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ICകൾ ഇപ്പോൾ നിലവിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരുന്ന കിങ് ഡാസിൽ എന്ന് പറഞ്ഞ കമ്പനിയാണ്. പിന്നെ ടി ടെക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനീസ് STK ICs ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള കിങ് ഡാസിലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള IC തന്നെയാണ് ഈ കിങ് ഡാസിൽ. അപ്പോൾ എൻ്റെ സീരീസ് വന്നിട്ട് 5E12 ആണ് എൻ്റെ സീരീസ്. 5E12 ആണ് സീരീസ്. പിന്നെ STK 4191 2 സ്റ്റീരിയോ ആംപ്ലിഫയർ എന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് നമ്മുടെ ICയിൽ. എൻ്റെ പുറകു വശം നമുക്കൊന്ന് നോക്കാം. ഇതാണ് എൻ്റെ പുറകു വശത്തുള്ള നമ്പർ B4191 EDC3 എന്നാണ് അവർ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒറിജിനൽ നമ്മുടെ സാനിയുടെ ICയുടെ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതായത് ICയുടെ ഒരു ക്വാളിറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് സെയിം ടെക്നോളജി തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് IC നിർമ്മിച്ചിട്ടുള്ളത് സെയിം സാനിയും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അതേ ടെക്നോളജിയിൽ തന്നെയാണ് അവരത് ചെയ്തിട്ടുള്ളത്. STK ICയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു ICയാണ്. ഓഡിയോ ക്വാളിറ്റി അത്രയ്ക്കും നല്ലൊരു രീതിയിലുള്ള ഹൈഫൈ IC എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും നല്ല ക്വാളിറ്റി ഉള്ളൊരു IC തന്നെയാണ് STKയുടെ ഈ സീരീസിൽ വരുന്ന ICകളെല്ലാം. അപ്പോൾ 4191 എന്ന് പറയുമ്പോൾ സ്റ്റീരിയോ IC ആണ്. അപ്പോൾ STKയുടെ 3 ചാനലുള്ള IC, ഒരു IC തന്നെ 3 ചാനൽ വരുന്നതും 2 ചാനൽ വരുന്നതുമായിട്ടുള്ള IC നിലവിലുണ്ട് നമുക്ക്. അപ്പോൾ പിന്നെ 5 ചാനൽ വരുന്ന IC ഉണ്ടെന്നാണ് തോന്നുന്നത്. ഞാനിവിടെ കണ്ടിട്ടുണ്ട് 5 ചാനലുള്ള IC. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ STK 4191 ആണ്. ഇതിലെ വർക്കിംഗ് വോൾട്ടേജ് മാക്സിമം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വോൾട്ടേജ് 56 വോൾട്ട് DC ആണ്. പക്ഷേ ഇതിൽ സേഫ് റെക്കമെൻഡ് ചെയ്യുന്നത് 35 വോൾട്ടാണ്. ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്യുന്നത് 35 അല്ല 36 വോൾട്ടാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത് DC. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒരു 25 അല്ലെങ്കിൽ ഒരു നമ്മളിതിപ്പോൾ ഒറിജിനൽ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സാനിയയുടെ ഒറിജിനൽ IC അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫുൾ വോൾട്ടേജ് കൊടുത്ത് വർക്ക് ചെയ്യിപ്പിക്കേണ്ടതായിട്ടില്ല. നിലവിൽ നമുക്ക് ഇവിടെ ഒരു 25 അല്ലെങ്കിൽ 24 ഒരു 4-5 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു IC വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റീരിയോ ആംപ്ലിഫയർ വളരെ ഈസി ആയിട്ട് നിർമ്മിക്കാൻ പറ്റും. ഈ ഒരു ICയിൽ നിന്ന് നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന വാട്ട്സ് എന്ന് പറയുമ്പോൾ 50+50 വാട്ട്സാണ് നമുക്കിതിൽ മാക്സിമം എടുക്കാൻ പറ്റുന്ന വാട്ട്സ്. അത് ഇതിൽ നമ്മൾ പറയുന്ന പോലെ മാക്സിമം വോൾട്ടിലാണ്. മാക്സിമം വോൾട്ട് റെക്കമെൻഡഡ് വോൾട്ട് 35 വോൾട്ടാണ്. ആ ഒരു വോൾട്ട് കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് ഒരു ചാനലിൽ 50 വാട്ട്സ് വെച്ച് 2 ചാനലിന് 100 വാട്ട്സ് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊരു IC ആണ്, എല്ലാവർക്കും അറിയാം IC ആണ്. അപ്പോൾ ഇതിനെ വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുറത്തുള്ള സർക്യൂട്ട് ചെയ്യുന്നത്. കാര്യം ഇതിനകത്ത് തന്നെ വേറെ സർക്യൂട്ടുകൾ ICക്കുള്ളിൽ തന്നെ വേറെ സർക്യൂട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറത്തുള്ള ബാക്കിയുള്ള IC ഡ്രൈവ് ചെയ്യിപ്പിക്കാനുള്ള ബാക്കിയുള്ള കമ്പോണൻസ് ആണ് പുറത്തിട്ടിട്ടുള്ളത്. ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള MFRും നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്റേഴ്സും തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള PCB ആണ്. നമുക്ക് ഈ PCB നല്ല ഗ്ലാസ് ബോക്സി PCBയിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തന്നത് ഹൈടെക് ആണ്. ഹൈടെക് എന്ന് പറയുമ്പോൾ AB ഇലക്ട്രോണിക്സ് ആണ് ഇത് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ വാങ്ങാനുള്ള ഫോൺ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വിളിക്കരുത്. വിളിച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റില്ലെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൊറിയറായിട്ട് അയച്ച് തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻസ് നോക്കാം. ഇതിനകത്ത് നമ്മുടെ പവർ സപ്ലൈ കൊടുക്കേണ്ടത് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കേണ്ടത് ഈ ഭാഗത്താണ്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഭാഗത്താണ് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാനുള്ളത്. പിന്നെ ഗ്രൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കണം. ഈ ഭാഗത്താണ് ഗ്രൗണ്ട് കൊടുക്കാനുള്ളത്. പിന്നെ ഉള്ളത് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് ലെഫ്റ്റ് ഈ സൈഡിലും റൈറ്റ് ഈ സൈഡിലുമാണ് വരുന്നത്. നിങ്ങൾ കൊടുക്കും പോലെ ലെഫ്റ്റും റൈറ്റ് നിങ്ങൾ കൊടുക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഇവിടെ സ്പീക്കർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഗ്രൗണ്ട് കോമൺ ആയിട്ട് എടുത്ത് കൊടുക്കണം. പിന്നെ വരുന്നത് ഇൻപുട്ട് ഈ ഒരു ഭാഗത്താണ്. ലെഫ്റ്റോ റൈറ്റോ ഇൻപുട്ട് ഇവിടെ കൊടുക്കുക. അടുത്ത ലെഫ്റ്റോ റൈറ്റോ ഇൻപുട്ട് നമുക്ക് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഭാഗവശം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സ്പീക്കറിൻ്റെ കണക്ഷൻ നമുക്ക് വളരെ കൃത്യമായിട്ട് ഈ മറു സൈഡിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിന് ഗ്രൗണ്ടിൻ്റെ ഒരുപാട് പോയിന്റുകൾ അവർ ഗ്രൗണ്ടിന് വേണ്ടിയും കൊടുത്തിട്ടുണ്ട്. സ്പീക്കറിനെ നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രൗണ്ട് പോയിന്റുകൾ അവർ ഇവിടെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബോർഡാണ്. വളരെ കുറച്ച് കമ്പോണൻസാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ബാക്കിയുള്ള വിവരങ്ങളും നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ട് AB ഇലക്ട്രോണിക്സിനെ വാട്സപ്പ് ചെയ്ത് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ആൾക്കാർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കണ്ട. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വയ്ക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.